ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാകുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പ്രകൃതി വിഭവങ്ങൾക്കു പിന്നാലെ ആരോഗ്യത്തെയും ചികിത്സകളെയും കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മേധാ പട്കർ. കേരള പോലീസിന്റെ മാനസിക സമ്മർദ്ദ നിയന്ത്രണത്തിന് പ്രേരണ ബോധവൽക്കരണവുമായി IHMA. സ്വാശ്രയ ഭാരത് 2025 ഒക്ടോബർ 15 മുതൽ 17 വരെ NIT ക്യാമ്പസിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാകുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. CBL മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവേശം നിറഞ്ഞ ബോട്ട് ലീഗിൽ അഴീക്കോടൻ അച്ചാതുരുത്തി ജേതാവായി. IPL മാതൃകയിൽ സംഘടിപ്പിച്ച മൂന്നാമത് വള്ളംകളി ലീഗായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ ഫറോക്ക് പഴയ പാലത്തിന് സമീപം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വള്ളംകളി ലോകപ്രശസ്തമാണെന്നും വടക്കൻ ജില്ലകളിലെ ടൂറിസം സാധ്യതകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് CBL ആരംഭിച്ചതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചാലിയാറിന്റെ തീരങ്ങൾ, ഈ പ്രദേശങ്ങൾ ചരിത്ര പ്രധാനമുള്ള ഇടങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതിന് അനന്ത സാധ്യതയാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരുണ്ട്. നമുക്കൊക്കെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒന്നിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഇനി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉള്ള കാലത്തോളം ഈ ചാലിയാർ അതിന്റെ ഒരു വേദിയായിരിക്കും എന്നുള്ളതും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CBL മത്സരങ്ങൾ ചാലിയാർ പുഴയിൽ ഫറോക്ക് പുതിയ പാലത്തിൽ നിന്നും ആരംഭിച്ച് പഴയ പാലത്തിന് സമീപത്തായി അവസാനിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 60 അടി നീളമുള്ള 15 ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ വള്ളത്തിലും 30 തുഴച്ചിലുകാരാണ് ഉണ്ടായത്. 3 ട്രാക്കുകളിലായി 5 ഹീൽസ് മത്സരങ്ങളും തുടർന്ന് 2 ലൂസേഴ്സ് മത്സരങ്ങളും ഫൈനൽ മത്സരവും നടന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വേഗരാജാക്കന്മാരായി അഴീക്കോടൻ അച്ചാംതുരുത്തി. പാലിച്ചോൻ അച്ചാംതുരുത്തി A ടീമിനെ പിന്നിലാക്കിയാണ് അഴീക്കോടൻ അച്ചാംതുരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ കിരീടം നേടിയത്. വള്ളംകളിയുടെ ഇടവേളകളിൽ ജലാഭ്യാസ പ്രകടനങ്ങളും മലബാർ മെഹന്തി കൊടുങ്ങല്ലൂർ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ചെണ്ടമേളം, സൂഫി നൃത്തം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ഉദ്ഘാടന പരിപാടിയിൽ ഫറോക്ക് നഗരസഭാ ചെയർപേഴ്സൺ NC അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. മുൻ MLA VKC മുഹമ്മദ് കോയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, കൗൺസിലർ KTA മജീദ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. പ്രകൃതി വിഭവങ്ങൾക്കു പിന്നാലെ ആരോഗ്യത്തെയും ചികിത്സകളെയും കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മേധാ പട്കർ. നാച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ രജത ജൂബിലി മലബാർ മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പ്രകൃതി ചികിത്സാ കേന്ദ്രമായ നാച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ 25ാം വാർഷികം പ്രമാണിച്ച് മലബാർ മേഖലയിൽ നടക്കുന്ന ഒരു വർഷത്തെ ആഘോഷ പരിപാടികൾ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി വിഭവങ്ങൾക്ക് പിന്നാലെ ആരോഗ്യത്തെയും ചികിത്സകളെയും കച്ചവട ചരക്കുകളായി മാറ്റിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. കോവിഡിന് ശേഷം
മരണങ്ങൾ വർദ്ധിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. But still, it is necessary really to decide how we can be a part of that kind of social, economic, not party political, but social, economic environment and natural environment which both can be related to each other and both can save each other. ജേക്കബ് വടക്കഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MC സൗമ്യ, KV സുഗതൻ, പ്രസീത D, M ശ്രീകുമാർ, VK ശശിഭൂഷൺ, സനീഷ് PK തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 20 കോഴിക്കോട് ടൗൺ ഹാളിൽ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമം നടത്തുന്നതിനും സമ്മേളനം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് പട്ടിണി കിടക്കുന്നവർ ഉണ്ടാവരുത് എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അതിദരിദ്ര മുക്തമാക്കുന്നതിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഒളവണ്ണ പഞ്ചായത്ത് രാജ്യത്തിന് മികച്ച മാതൃകയാണെന്നും പഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. 64,006 കുടുംബങ്ങളെയാണ് നേരത്തെ ഈ പട്ടികയിൽ കണ്ടത്. 53,027 കുടുംബങ്ങളെ, അതായത് 83% അതിദരിദ്രത്തിൽ നിന്നും മുക്തരാക്കുവാൻ നമുക്കിപ്പോൾ തന്നെ സാധിച്ചു. മറ്റുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇവിടെയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മാതൃകയാകുന്നത്. സർക്കാർ മുന്നോട്ട് വച്ച ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മാതൃകയായി അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി ഒളവണ്ണ പഞ്ചായത്ത് മാറി എന്ന സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത മന്ത്രി 4 വീടുകളുടെ താക്കോൽ ദാനവും നിർവഹിച്ചു. ഒളവണ്ണ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട 116 അതിദരിദ്ര കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയത്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, തിരിച്ചറിയൽ കാർഡ്, ഭിന്നശേഷി കാർഡ് തുടങ്ങിയ രേഖകൾ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ അതിവേഗം നൽകാനായി. ലൈഫ് ഭവന പദ്ധതി വഴി 20 പേർക്ക് വീട് നൽകി. ഇതിൽ 4 പേരുടെ താക്കോൽ ദാനമാണ് മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഷാരുദി അധ്യക്ഷയായി. അഡ്വക്കേറ്റ് PT റഹീം MLA, ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമൺപുറ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ഷെരീഫ, വൈസ് പ്രസിഡന്റ് N ജയപ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പോലീസിന് മാനസിക സമ്മർദ്ദ നിയന്ത്രണത്തിന് പ്രേരണ ബോധവൽക്കരണ പരിപാടിയുമായി IHMA. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാനതല ഉദ്ഘാടനം റവഡ് ചന്ദ്രശേഖർ IPS നിർവഹിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിൽ കേരള സംസ്ഥാന പോലീസ് വകുപ്പിന്റെയും IHMA കേരള ഘടകത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി മാനസിക സമ്മർദ്ദ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രേരണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം മറൈൻ ഡ്രൈവിൽ ജില്ലാ ട്രെയിനിംഗ് സെന്ററിൽ സംസ്ഥാന പോലീസ് മേധാവി റവഡ് ചന്ദ്രശേഖർ IPS നിർവഹിച്ചു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS, IHMA കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പരിമൾ ചാറ്റർജി, അശ്വതി ജിജി IPS, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിനോദ് പിള്ള, ഡോക്ടർ മുഹമ്മദ് ഷമീം, ബിജു മേലാറ്റൂർ, ഡോക്ടർ ആയിഷ EK, ഡോക്ടർ ധന്യ ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രേരണ ബോധവൽക്കരണം സംബന്ധിച്ച മാഗസിൻ സംസ്ഥാന പോലീസ് മേധാവി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്തിലെ വിവിധ ജില്ലാ പോലീസ് കേന്ദ്രങ്ങളിൽ വാർഷിക പരിപാടി വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. Ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and nothing flavors. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം ഒരുക്കുന്നു ഞങ്ങൾ.
Bobby Chamanur International Jeweler. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായി മൈജിയുടെ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഇത് ശരിക്കും മൈജിയുടെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിക് ഷോറൂം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള എല്ലാ അപ്ലയൻസുകളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള, അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം എനിക്ക് തോന്നുന്നത് അത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഇതുവരെ ഇല്ലാത്ത ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ളത്. സോ കം ആൻഡ് എൻജോയ്, കം ആൻഡ് എക്സ്പീരിയൻസ് ദ എപ്പിക് ഷോപ്പിംഗ് ലെവൽ എക്സ്പീരിയൻസ് ഫ്രം മൈജി ഫ്യൂച്ചർ ഷോറൂം അറ്റ് കോഴിക്കോട് തൊണ്ടയാട്. എല്ലാവരും വന്ന് സ്വയം ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഹിളാ കോൺഗ്രസ് മടവൂർ മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ ചേർന്നു. ജില്ലാ സെക്രട്ടറി സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മടവൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ആ വീടുകളിലെല്ലാം ഇറങ്ങി ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കണം. അങ്ങനെയാണ് നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ മികവുറ്റതാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. തിരിഞ്ഞു നമുക്കറിയാം, CPM-ന്റെ ഒക്കെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവര് കള്ളപ്രചരണങ്ങൾ അടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ അത് വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ പലതരത്തിൽ അവർക്കുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ശീലമാണ് നമുക്കുള്ളത്. ജവഹർ പൂമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. PK സുലൈമാൻ, സിന്ധു മോഹൻ, വി സലാം, CK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹപ്രഭ, ശ്രീജ അടുക്കത്തുമ്മൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്വാശ്രയ ഭാരത് 2025 ഒക്ടോബർ 15 മുതൽ 17 വരെ NIT ക്യാമ്പസിൽ നടക്കും. ഡോക്ടർ സുധീർ K മിശ്ര മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിലെ പ്രഗത്ഭർ പങ്കെടുക്കും. ധാരാളം ശാസ്ത്രജ്ഞന്മാർ പങ്കെടുക്കുന്നുണ്ട്. 15-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഒക്ടോബർ 2025 NIT ക്യാമ്പസിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുക. പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് കുട്ടികളുടെ ഒരു സംവാദമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ററാക്ഷൻസും പിന്നെ ഒരു എക്സിബിഷൻ, എക്സിബിഷൻ ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എക്സിബിഷൻ തുടങ്ങും. പാരലൽ സെഷനാണ് എക്സിബിഷൻ. ഒരു സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇതുകൂടാതെ ഒരു ടീച്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ കമ്മിത്താൻ ഐഡിയ ബോധിച്ച പ്രോഡക്റ്റ് എന്ന് പബ്ലിക്കുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ആശയമായിട്ട് വരാം, പ്രസന്റ് ചെയ്യാം. അതിനെക്കുറിച്ച് 50,000 രൂപ സമ്മാനമുണ്ട്. സ്വാശ്രയ ഭാരത് 2025 ഭാഗമായി ഒരുക്കുന്ന വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ VSSC ഡയറക്ടർ ഡോക്ടർ രാജരാജൻ, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ R രവീന്ദ്രൻ, NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ എന്നിവരും പങ്കെടുക്കും. മെഗാ വിജ്ഞാൻ മേള, സയൻസ് ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം റീൽസ് മത്സരം, അധ്യാപകർക്കായി ഏകദിന ശില്പശാല, പിച്ചിംഗ് മത്സരം, ദേശീയ സെമിനാറുകൾ, 30 മണിക്കൂർ നീളുന്ന ഹാക്കത്തോൺ എന്നിവയും സ്വാശ്രയ ഭാരത് 2025 ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. സ്വാശ്രയ ഭാരതം എന്ന പരിപാടിയുടെ 12ാമത് പതിപ്പാണ് ഇക്കൊല്ലം നടക്കുന്ന സ്വാശ്രയ ഭാരത് 2025. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ G ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സുധീഷ് N ജോർജ്, ഡോക്ടർ K മുരളീധരൻ, അബ്ജ രവീന്ദ്രനാഥ് ബാബു എന്നിവർ സംബന്ധിച്ചു. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാലന്റഡ് സ്റ്റുഡൻസ് സയൻസും ടെക്നോളജിയും അവരുടെ കരിയറായിട്ട് എടുത്തിട്ട് നമ്മുടെ നാടിന്റെ ഒരു സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി കുട്ടികൾക്കായി ഒരുക്കിയ പ്രത്യേക പരിപാടി സംഗീത സാന്ദ്രമായി. പാട്ടുകൾ പാടിയും കേട്ടും ആസ്വദിച്ചും അവർ പ്രഭാതം ആഘോഷമാക്കി.
കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് കാലിക്കറ്റാണ് സംഗീത പ്രഭാതം കുട്ടികൾക്കായി ഒരുക്കിയത്. ഹിന്ദി, മലയാളം സിനിമാ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളും അത് ഏറ്റുപാടി. കൈകൊട്ടിയും നൃത്തം വെച്ചും അവർ പ്രഭാതത്തെ അവിസ്മരണീയമാക്കി. പ്രമുഖ കലാകാരന്മാർ ഗാനങ്ങൾക്ക് പിന്നണിയൊരുക്കി. ഡോക്ടർ റോഷൻ ബിജ്ലി, ജില്ലാ ജഡ്ജ് RL ബൈജു, സി ചാക്കുണ്ണി എന്നിവർ ചേർന്നാണ് പരിപാടി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മൊകവൂർ കുഞ്ഞിമ്മൽ താഴത്ത് അണ്ടർപാസ് അനുവദിക്കണമെന്ന് മൊകവൂർ സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് വാർഷിക പൊതുയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. മൊകവൂർ സ്നേഹ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗം സാമൂഹിക പ്രവർത്തകൻ K. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 5ാം സ്ഥാനം ലഭിച്ച യു ഹേതലിനെ ചടങ്ങിൽ ആദരിച്ചു. മൊകവൂർ കുനിമ്മൽ താഴത്ത് അണ്ടർപാസ് അനുവദിക്കുവാൻ സ്നേഹ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് VT രമേശ് ബാബു, സെക്രട്ടറി K. ശോഭന, മുൻ പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ, റിട്ടയർഡ് SI P. ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകുണ്ഠാമൃതം നാരായണീയം 100ാം ദശകം പാരായണം നടത്തി. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പാരായണം. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ലോക മാനസികാരോഗ്യ ദിനത്തിൽ വൈകുണ്ഠാമൃതം നാരായണീയം 100ാം ദശകം പാരായണം നടത്തി. പരിപാടികൾക്ക് PS വിജയകുമാർ, PR സുനിൽ സിംഗ്, AP സായി നാരായണൻ, PN ഗോപികുമാർ, TB നാരായണൻ, K. ചന്ദ്രൻ, T. രാജൻ എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗസൽ പുതിയ നിരത്ത് കരോക്കെ ഗാനാലാപന മത്സരം നടത്തി. മളെ ബാബുക്ക എന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും MS ബാബുരാജിന്റെ ഗാനങ്ങൾ ആലപിച്ചു. എലത്തൂർ ഗസൽ പുതിയ നിരത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാന മത്സരം സംഘടിപ്പിച്ചു. MS ബാബുരാജിന്റെ പാട്ടുകളായിരുന്നു മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പുതിയ നിരത്ത് ഗസൽ ഓഫീസിന് സമീപം നടന്ന പരിപാടിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 60ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പ്രസിഡന്റ് സന്തോഷ് നിസ്വാർത്ഥ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നിസാർ നങ്ങത്താടത്ത്, വൈസ് പ്രസിഡന്റ് കുഞ്ഞി മൊയ്തീൻ, കൗൺസിലർ VK മോഹൻദാസ്, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കദളിവാഴ കയ്യിലിരുന്ന് കാക്ക എന്ന് വിരുന്ന് വിളിച്ചു. കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്താ പറയണത്? കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട്, ആരോ വിരുന്നുകാരിരുന്നോ നാളെയോ ആയിട്ട് വരും എന്നവർ ഉറപ്പിച്ച് പറയും. അവർക്കറിയാം വിരുന്നുകാർ വരാനുള്ള കാക്കയുടെ വിളി വ്യത്യസ്തമാണ്. കുട്ടികൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശ്രവണം, നിരീക്ഷണം എന്നിവയൊക്കെ ഒരു മനുഷ്യന് ബുദ്ധിയുള്ള ജീവിതം നയിക്കാൻ ആവശ്യമാണ്. പണ്ട് കാലത്ത് ഇതുണ്ടായിരുന്നു. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രകൃതി വിഭവങ്ങൾക്കു പിന്നാലെ ആരോഗ്യത്തെയും ചികിത്സകളെയും കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മേധ പട്കർ. കേരള പോലീസിന്റെ മാനസിക സമ്മർദ്ദ നിയന്ത്രണത്തിന് പ്രേരണ ബോധവൽക്കരണവുമായി IHMA. സ്വാശ്രയ ഭാരത് 2025 ഒക്ടോബർ 15 മുതൽ 17 വരെ NIT ക്യാമ്പസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.